ഡേ, എനിക്കത്ര വലിയ കൺട്രോളൊന്നുമില്ല കേട്ടോ. കയ്യിന്ന് പോയിട്ട് പിന്നെ എന്നെ പറയരുത്. അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഇരുന്നു. അത് കേട്ടതും അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറി. കണ്ണു കൂർപ്പിച്ചൊരു നോട്ടം അവൾ അവനെ നോക്കി. ആശി രണ്ടു കണ്ണും ചിമ്മി അസലൊരു കള്ളച്ചിരിയോടെ അവളുടെ അഭാവം ആസ്വദിച്ചു. അവന്റെ കണ്ണുകൾ വീണ്ടും അവളുടെ അതിരങ്ങളിലേക്ക് പോയി. അവനൊന്ന് ഉമിനീർ ഇറക്കിക്കൊണ്ട് അവളോടടുത്തു. അവന്റെ മുഖത്തെ ഭാവം മാറുന്നു എന്ന് കണ്ടതും തന്നോടടുത്തു വന്നവന്റെ നെഞ്ചിൽ ഇരുകൈകളും വെച്ചൊന്ന് തള്ളിക്കൊണ്ടവൾ പുറത്തേക്ക് ഓടി. അവളുടെ ആ നീക്കം പ്രതീക്ഷിക്കാതിരുന്നതിനാൽ അവനൊന്ന് പുറകിലേക്ക് വെച്ചു പോയെങ്കിലും അവൻ ബാലൻസ് ചെയ്തു നിന്നു. റൂമിന് പുറത്തേക്ക് ഇറങ്ങിയവളെ കൈകളിൽ തിരിച്ചു വലിച്ച് അകത്തേക്കിട്ട് ചുവരിനോട് ചേർത്ത് നിർത്തി. അവൾക്ക് ഇരുവശവും ഇരുകൈകളും കുത്തിക്ക് വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അപ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയമോ വെപ്രാളമോ ഉണ്ടായിരുന്നില്ല. അവളിൽ മുഴുവൻ അവനോടുള്ള പ്രണയമായിരുന്നു. ഇനി നിനക്ക് ഓടണ്ടേ? ഒന്നുകൂടി അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ കുസൃതിയോടെ ചോദിച്ചു. കാശിയേട്ടാ, ആരെങ്കിലും കാണും. അവൾ കിതച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കാണട്ടെ, അതിനെന്താ? എന്റെ ഭാര്യയല്ലേ വൈക നീ? കാശി അവളുടെ മുഖം പിടിച്ച് അവന് നേരെ ഉയർത്തി. അല്ലേ വൈക? അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിലേക്കായി. വൈക പതിയൊന്ന് മോളി അവൻ അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. അടുത്ത നിമിഷം തന്നെ കാശി അവളുടെ അതിരങ്ങൾ കവർന്നിരുന്നു. വൈക ഒന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവന്റെ ചുമലിൽ ഇരുകൈകളും അമർത്തി. അതിരങ്ങളെ പല്ലുകളാൽ നോവിക്കാൻ വെമ്പുന്നൊരു ചുംബനം. ചെറുനോവുകൾ നൽകിക്കൊണ്ടവൻ ആദരങ്ങളെ പതിയെ രുചിച്ചുകൊണ്ടിരുന്നു. വൈക കണ്ണുകൾ ഇറുകെ അടച്ച് ശ്വാസമെടുക്കാനാവാത്ത വിധം ആ ചുംബനത്തിൽ തകർന്നു നിന്നു. അവന്റെ കൈകൾ അവളുടെ ചുരിദാറിനിടയിലൂടെ അവളുടെ വയറിൽ മെല്ലെ തഴുകിയതും വൈക പിടച്ചുകൊണ്ട് പിടുന്നനെ ആ കൈകളിൽ പിടിച്ചു വെച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ അവളെ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവന്റെ ദേഹത്തോട് വരിഞ്ഞു മുറുക്കി. അവളുടെ അതിരങ്ങളെ കൂടുതൽ ശക്തമായി വലിച്ചു നുണഞ്ഞു. താഴെ നിന്നും ആരോ വരുന്നത് പോലെ തോന്നിയതും രണ്ടുപേരും പിടഞ്ഞു മാറി. വൈകിയുടെ മുഖമാകെ ചോര തൊട്ടെടുക്കാവുന്നതുപോലെ ഇളം ചുവപ്പ് നിറം പടർന്നു. അല്ലേ, കെട്ടിയനും കെട്ടിയതും കൂടെ ഇവിടെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുവാണോ? ഓഫീസിലും കോളേജിലും ഒന്നും പോവണ്ടായോ? ആലി തുള്ളിച്ചാടി റൂമിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും വൈക ഇടം കണ്ണാലെ കാശിയെ ഒന്ന് നോക്കി. അത് കണ്ടതും അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി താഴേക്ക് നടന്നു. കാശിക്ക് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നേരത്തെ പോയിരുന്നു. വൈക ആദിയുടെ കൂടെയായിരുന്നു കോളേജിലേക്ക് പോകാനിരുന്നത്. ഡാ ആദി, എൻ്റെ മോളെ നോക്കിക്കോളണം. അധികം സ്പീഡിലൊന്നും പോകരുത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ സാവിത്രി ആദിയോട് പറഞ്ഞു. അല്ല, ഞാനപ്പോ ആരാ, മോനല്ലേ? അല്ലടാ, നിന്നെ ദത്തെടുത്തതാ. ഇതുവരെ മനസ്സിലായില്ലേ? ആലി അവനെ നോക്കി പറഞ്ഞു. നീ പോടി, നീ പോടാ മത്തങ്ങത്തലേ. രണ്ടുപേരും ഒരു പോരിന് തയ്യാറായി. ദേ, രണ്ടാളും മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോയിക്കോ. വെറുതെ അടി വാങ്ങിക്കേണ്ട. അമ്മ ടെററായതും രണ്ടുപേരും പൂച്ചക്കുട്ടികളായി. ആദി, ഇവിടെ നിർത്തിയാൽ മതി. കോളേജ് ഗേറ്റിന്റെ മുൻപിലെത്തിയപ്പോൾ വൈക പറഞ്ഞു. അതെന്താ? ഇതെന്റെ ഏട്ടത്തിയാണെന്ന് ഇവിടുത്തെ പൂവാലൻസൊക്കെ ഒന്ന് അറിയട്ടെ. ഞാൻ കാണാറുണ്ട് അതൊക്കെ. അതും പറഞ്ഞ ആദി വൈകയെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇറക്കി. ഷോ, പാവം എൻ്റെ ആരാധകർ. അതും പറഞ്ഞ് വൈക അവനെ ഇടം കണ്ണാലെ നോക്കി. ഞാനേ നിരാശരാക്കിയതേ ഉള്ളൂ. കാശിനാഥനായിരുന്നാൽ ഓരോന്നിനെയും ഹാൻഡിക്യാപ്പ് ആക്കിയേനെ. ഇതേ ചുമ്മാ എൻ്റെ കെട്ടിയവനെ പറ്റി അപവാദം പറയല്ലേ. വൈക അവനെ നോക്കി കണ്ണുരുക്കി. കെട്ടിയവനെ പറഞ്ഞപ്പോൾ എന്തൊരു പൊള്ളൽ. നീ പോടാ ചെക്കൻ. അതും പറഞ്ഞവൾ തിരിഞ്ഞ് കാസിന് നേരെ നടന്നു. ചെക്കാനോ? അല്ലെങ്കിലും നിന്റെ ഏട്ടത്തി ഈടെയായിട്ട് പുലിയാവുന്നുണ്ട് മോനെ ആദി, സൂക്ഷിച്ചോ. അവൾ പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടവൻ അവനെയും കാത്തിരിക്കുന്ന ഗ്യാങ്ങിലേക്ക് നടന്നു. കാശി ഓഫീസിൽ നിന്നും വന്നകത്തേക്ക് കയറുമ്പോഴേ കേട്ടു ആലിയുടെയും വൈകിയുടെയും ആദിയുടെയും ശബ്ദം. അവന്റെ ചുണ്ടിലൊരു ചെറുചിരി വിരിഞ്ഞു. ഇനി കിടക്കുന്നത് വരെ ചെവിതല വീഴ്ത്തിയിട്ടുള്ള മൂന്നും കൂടെ. വൈകിയുടെ കാര്യത്തിൽ മുത്തശ്ശൻ ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. റൂമിലെത്തിയതും വേഗം കുളിച്ച് ഫ്രഷായി അവൻ താഴേക്കിറങ്ങി.
ഹാളിലേക്ക് പോകുമ്പോൾ ആര്യയുടെ റൂമിലേക്കൊന്ന് എത്തി നോക്കി. ഒന്നുകൂടി ഫോണിൽ മൂവി എന്തോ കാണുകയാണ്. അവൻ നേരെ ഹാളിൽ മുത്തച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. എന്താണ്? കാശിനാഥന് ഇന്ന് പതിവില്ലാത്തൊരു സന്ദർശനം. എന്ത് പറ്റി? ഓഫീസിൽ വർക്കൊന്നുമില്ലേ? അയാൾ അവനെ മുഴുവനായി ഒന്ന് നോക്കി. അവനത് കേൾക്കാത്ത മട്ടിൽ ഫോണിൽ നോക്കിയിരുന്നു. പറ. അയാൾ വീണ്ടും അവനെ നോക്കി. എന്തോന്ന് പറയാൻ മനുഷ്യ? ഇതെന്റെ വീടല്ലേ, എനിക്ക് എപ്പം വേണേലും ഇവിടെയൊക്കെ വന്നിരുന്നു കൂടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അതും പറഞ്ഞ മുത്തച്ഛൻ അവിടെ നിന്നും എണീക്കാൻ നിന്നതും അവൻ അയാളുടെ കയ്യിൽ പിടിച്ച് സിറ്റിയിലേക്ക് തന്നെ ഇരുത്തി. അയാൾ അവനെ നോക്കി കണ്ണിരുത്തി. താങ്ക്സ്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്തിന്? അയാൾ അവനെ നോക്കി കണ്ണു ചുരുക്കി. അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. മോനെ കാശിനാഥ, ഞാൻ കാണുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ളവർ എല്ലാവരും കാണുന്നുണ്ട്. ഞങ്ങളുടെ കളിപ്പൻ കൊച്ചുമോന്റെ ചുറ്റിക്കളിയൊക്കെ. അയാൾ ചിരിയോടെ അവനെ നോക്കി. ഇതേ കാർന്നോരെ, ചുമ്മാ വേണ്ടാത്തതൊന്നും പറയല്ലേ. നീ ഒന്ന് പോയേടാ. ഞാനും നിന്റെ ഈ പ്രായം കഴിഞ്ഞു തന്നെ വന്നത്. അത് കേട്ടതും അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അയാളെ പിടിച്ച് അവനോടടുപ്പിച്ച് കവിളിൽ ഉമ്മ വെച്ചു. താങ്ക് യു മുത്തച്ഛ. എന്തിനാടാ? ഇത്രയും നല്ലൊരു ഭാര്യയെ എനിക്ക് തന്നതിന്. അതും പറഞ്ഞ് അയാളുടെ മീശയിലൊന്ന് വലിച്ച് എണീറ്റ് മുകളിലേക്ക് നടന്നു. പോകുന്ന വഴി അയാളെ നോക്കിയൊന്ന് ചിരിയോടെ കണ്ണുറുക്കി. അത് കണ്ടതും അയാളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു.